ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിന്റെ തുടക്കത്തിലേക്ക് സ്വാഗതം. രാവിലെയിലേക്ക് സ്വാഗതം. ഈ ദിവസത്തെ വാർത്തകളിലേക്കൊക്കെ വിശദമായി കടക്കും മുൻപ് നമ്മൾ ആദ്യം പോകുന്നത് കുറെ പ്രാദേശിക വിശേഷങ്ങളിലാണ്. നിങ്ങളുടെ ചുറ്റും, എന്റെ ചുറ്റും, നമുക്ക് ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. നാട്ടിലെന്തുണ്ട്? രാവിലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് വന്യമൃഗ ശല്യത്തെ പറ്റിയാണ്. മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തെ പറ്റിയാണ്. പത്തനംതിട്ട ഏനാത്ത് നിന്നാണ് ആദ്യത്തെ വാർത്ത. പുലിപ്പേടിയിലാണ് പത്തനംതിട്ട ഏനാത്ത് ഇളങ്കമംഗലം നിവാസികൾ. കഴിഞ്ഞ ദിവസം ഇവിടെ പുലിയോട് സാദൃശ്യമുള്ള ഒരു ജീവിയുടെ ദൃശ്യങ്ങൾ ഒരു വീട്ടിൽ സ്ഥാപിച്ചിരുന്ന CCTVയിൽ പതിഞ്ഞു. ഇതോടെയാണ് നാട്ടിൽ പുലി ഇറങ്ങിയെന്ന അഭ്യൂഹം പരന്നത്. പക്ഷേ ആ ദൃശ്യങ്ങളിലുള്ളത് പുലിയല്ല, കാട്ടുപൂച്ചയാണ് എന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. കഴിഞ്ഞ 29-ാം തീയതി രാത്രിയാണ് ഏനാത്ത് ഇളങ്കമംഗലത്തെ റെജിയുടെ വീട്ടിൽ സ്ഥാപിച്ചിരുന്ന CCTVയിൽ പുലിയോട് സാദൃശ്യമുള്ള വന്യമൃഗത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. വിദേശത്തുള്ള റെജി വീട്ടിലെ ദൃശ്യങ്ങളിൽ കണ്ടത് പുലിയാണോ എന്ന് ഉറപ്പിക്കുന്നതിനായി പ്രദേശവാസികൾക്ക് കൈമാറുകയായിരുന്നു. 2:30 ഇത് കണ്ടു. ഇങ്ങനെ അവിടുന്ന് വിളിച്ചു പറഞ്ഞാ ഞങ്ങൾ അറിഞ്ഞ, അല്ലാതെ ഞങ്ങൾക്ക് അറിയത്തൊന്നുമല്ലല്ലോ. ഇതിനകത്ത് കണ്ടു പുലിയാണെന്നാ പറയുന്നത്. പുലിയുടെ സാദൃശ്യമുള്ള ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ പ്രദേശത്തിറങ്ങിയത് പുലിയാണോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. ഇളക്കകലത്തിനകത്ത് കൊല്ലന്റെ അതൊക്കെ പുലി വന്നൊരു സംശയം എന്ന് പറഞ്ഞാൽ പുലിയുടെ രൂപ സാദൃശ്യമുള്ള ഒരു ജീവി അവിടെ പുളിമൂട്ടിലെ ക്യാമറയിൽ പോകുന്നതായിട്ട് കണ്ടു. അതുകൊണ്ട് പേടി സ്വപ്നമായിട്ടാണ് ഞങ്ങൾ ടാപ്പിങ്ങിനൊക്കെ ഇറങ്ങുന്നത്. നാട്ടിൽ പന്നിശല്യം വ്യാപകമാണെങ്കിലും ആദ്യമായാണ് പുലിയുടെ സാദൃശ്യമുള്ള ജീവിയുടെ ദൃശ്യം പ്രചരിക്കുന്നത്. പന്നിയുണ്ട്, പട്ടികളുണ്ട്, തെരുവ് പട്ടികളുണ്ട്. അതുകൊണ്ട് ഈ പട്ടികളൊക്കെ കുറയ്ക്കുമ്പോഴേ നമ്മൾ പന്നിയാന്ന് വിചാരിച്ച് ആരും ഇറങ്ങി നോക്കത്തില്ല, പന്നിയാന്നുള്ള ഒരു ധാരണയില്. അപ്പൊ 2-3 ദിവസം മുമ്പേ ഭയങ്കര കൊരയും കോരിയിടിയിലും ഭയങ്കര ബഹളമായിരുന്നു ഈ പരിസരത്തല്ല. ഇപ്പൊ അപ്പുറത്തെ തന്നെ അമ്മമ്മ പറഞ്ഞ ഏതോ മനുഷ്യർ ചാടുന്നത് പോലാണ് താടിയ സൗണ്ടും ഒക്കെ കിടന്നു. പക്ഷെ അമ്മമ്മയ്ക്ക് അറിയത്തില്ല, അമ്മമ്മ വിചാരിക്കുന്നത് പന്നിയായിരിക്കും എന്നുള്ള ധാരണയില്ല, കാരണം ആരും പുറത്തിറങ്ങത്തില്ലല്ലോ. എന്നാൽ ദൃശ്യങ്ങളിലുള്ളത് പുലിയല്ല, കാട്ടുപൂച്ചയാണെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. ഇതോടെ പ്രദേശത്ത് കൂടുതൽ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. പുനലൂരിലും സമാനമായ രീതിയിൽ ആശങ്ക ഉള്ള സമയമാണ്. പുനലൂരിലെ നാഗമലയിൽ വീണ്ടും പുലി ഇറങ്ങി. ഒരു പശുക്കിടാവിനെ പുലി ആക്രമിച്ചതോടെ ഇവിടുത്തെ ജനങ്ങളൊക്കെ വലിയ ആശങ്കയിലാണ്. തോട്ടം തൊഴിലാളിയായ SM രാജയുടെ 2 വയസ്സ് പ്രായമുള്ള പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചത്. പശുക്കിടാവിന്റെ വയറുഭാഗം പൂർണ്ണമായും കടിച്ചു തിന്ന നിലയിലായിരുന്നു. കഴിഞ്ഞ ദിവസം തോട്ടം തൊഴിലാളിയായ സോളമന്റെ 4 വയസ്സ് പ്രായമുള്ള പശുവിനെയും പുലി പിടിച്ചിരുന്നു. പ്രദേശത്ത് നിരന്തരം പുലിയുടെ ആക്രമണം ഉണ്ടാകുന്നതിൽ ജനങ്ങൾ ആശങ്കയിലാണ്. കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് വനം വകുപ്പിനെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുലിയെ പിടികൂടുന്നതിനോ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിനോ യാതൊരു നടപടിയും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വനം വകുപ്പിന്റെ സമീപനത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ നീക്കം. ന്യൂസ് 18 പുനലൂർ. മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നും സമാനമായ വാർത്തയാണ്. അവിടെയും ആളുകൾ വലിയ ആശങ്കയിലാണ്. അങ്ങനെ അവിടെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ മണ്ണാർമലയിൽ പുലിയെ പിടിക്കാൻ അവസാനം ഒരു കൂട് സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം പുലിയെ കണ്ട മേഖലയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. മണ്ണാർമലയിൽ ജനവാസ മേഖലയിലൂടെ പുലി കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നാട്ടുകാർ വലിയ ആശങ്കയിലായിരുന്നു. പുലിയെ പിടികൂടാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമായിരുന്നു. ഒടുവിൽ വനംവകുപ്പ് പുലിയെ പിടികൂടാൻ മേഖലയിൽ കൂടെത്തിച്ചു. വൈകുന്നേരം 7 മണിയോടെയാണ് കളികാവ് റേഞ്ചിലെ ഉദ്യോഗസ്ഥർ മണ്ണാർമലയിലേക്ക് കൂട് കൊണ്ടുവന്നത്. നേരത്തെ പുലിയെ കണ്ടയിടത്തിന് അടുത്ത് തന്നെയാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. കൂട്ടിൽ ഇരയെയും കെട്ടിയിട്ടു. കൂടിനടുത്ത് തന്നെ CCTV ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. മണ്ണാർമലയുടെ പരിസര പ്രദേശങ്ങളിൽ മുൻപും പുലിയെ കണ്ടിട്ടുണ്ട്. കൂട് വച്ചിരുന്നെങ്കിലും അന്ന് പുലിയെ പിടികൂടാനായില്ല. കൊടികുത്തിമല മുതൽ മുള്ളിയാംകുറിശി പന്തല്ലൂർ മല വരെ നീളുന്ന മേഖലകളിൽ പലയിടത്തും പുലി ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് മുള്ളിയാംകുറിശിയിൽ പുലിയെ കൂടുവച്ച് പിടികൂടിയിരുന്നു. ന്യൂസ് 18 മലപ്പുറം. കാസർഗോഡ് നിന്ന് ഒരു വാർത്തയുണ്ട്. അത് ഇന്നലെ രാത്രി അവിടെ ഒരു തുരങ്കത്തിൽ ഒരു പുലി കുടുങ്ങിയിരുന്നു. ആ പുലി രാത്രി കുടുങ്ങി, പക്ഷേ രാവിലെ ആകുമ്പോഴത്തേക്കും ആ പുലി രക്ഷപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം.
കാട്ടാന ഭീതിയും ഇതോടൊപ്പം ഈ അതിർത്തി മേഖലകളിൽ, പ്രത്യേകിച്ച് വനാതിർത്തിയുള്ള മേഖലകളിലൊക്കെ കൂടുന്നുണ്ട്. ഈ വേനൽ ആരംഭിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇനി വെള്ളവും ഭക്ഷണവും ഒക്കെ തേടി വന്യമൃഗങ്ങൾ ജനവാസ പ്രദേശങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നത് സാധാരണ സംഭവമായി മാറും. മലപ്പുറം വെറ്റിലപ്പാറ കൂരങ്കല്ല് മേഖലയിൽ കാട്ടാനയാണ് ആളുകൾ പേടിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് കിണറ്റിൽ വീണ കാട്ടാനയെ കാട്ടിൽ കയറ്റി വിട്ടതിന് ശേഷം കുറച്ചു ദിവസം ഈ മേഖല ശാന്തമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കാടിറങ്ങിയ കാട്ടാനക്കൂട്ടം വൻതോതിൽ ഈ മേഖലയിൽ നാശം വിതച്ചു. ഇത് കൊടുങ്കാറ്റ് നശിപ്പിച്ചതിന്റെ കാഴ്ചകളല്ല, കാട്ടാനക്കൂട്ടം മേഞ്ഞതിന്റെ അവശിഷ്ടങ്ങളാണ്. ചോര വിയർപ്പാക്കി കർഷകർ അധ്വാനിച്ചതാണ് ഇങ്ങനെ ചതഞ്ഞരഞ്ഞു കിടക്കുന്നത്. 10 ദിവസങ്ങൾക്ക് മുൻപാണ് വെറ്റിലപ്പാറ ഓടക്കയം കൂരങ്കല്ലിൽ കാട്ടാന കിണറ്റിൽ വീണത്. ഇതിനുശേഷം കുങ്കിയാനകളെ എത്തിച്ച് പ്രദേശത്ത് പൂർണ്ണമായും പരിശോധന നടത്തുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്ത് നൈറ്റ് പട്രോളിംഗ് ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു. ഇതോടെ ആനകൾ നാട്ടിലിറങ്ങാതായി. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിച്ചു പോവുകയും കുങ്കിയാനകളെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ജെയിംസ് കീമറ്റത്തലിന്റെ കൃഷിയിടം ആനകൾ നശിപ്പിച്ചത്. ആന കിണറ്റിൽ വീണ സ്ഥലത്തു നിന്നും 100 മീറ്റർ മാത്രം മാറിയാണ് കഴിഞ്ഞ ദിവസം ആനകൾ എത്തിയത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഫെൻസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് പൂർത്തിയായി കഴിഞ്ഞു. ഈ മാസം തന്നെ ടെൻഡർ നടപടിയിലേക്ക് കടക്കുമെന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു 5 ആനകൾ എത്തി. ഈ ആന കിണറിൽ വീണതിൻ്റെ സമീപത്ത് തന്നെ ഒരു 100 മീറ്റർ വ്യത്യാസത്തിൽ വ്യാപകമായിട്ടുള്ള കൃഷിനാശം വരുത്തിയിരിക്കുകയാണ്. നിലവിൽ കാട്ടാനക്കൂട്ടം വനാതിർത്തിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ആനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കുങ്കിയാനകളെ വീണ്ടും എത്തിച്ച് ആനകളെ ഉൾക്കാട്ടിലേക്ക് കടത്തിവിടാനുള്ള സംവിധാനം ഒരുക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഒപ്പം വാഗ്ദാനം ചെയ്ത ഫെൻസിംഗ് അടക്കമുള്ള പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള നടപടികൾ വേഗം പൂർത്തീകരിക്കണമെന്നും ഇവർ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് 18 മലപ്പുറം. ഇതുവരെയൊക്കെ ആശങ്കയുടെയും ഇതുപോലത്തെ പേടിയുടെയും ഒക്കെ വാർത്തകളാണ് പറഞ്ഞതെങ്കിൽ നമുക്കിനി ഒരു പോസിറ്റീവ് വാർത്തയിലേക്ക് പോകാം. തലചായ്ക്കാൻ ഇടമില്ലാത്ത 18 കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സൗജന്യമായി ഭൂമി നൽകിയിരിക്കുകയാണ് ഒരു മനുഷ്യസ്നേഹി. ജീവകാരുണ്യ പ്രവർത്തകൻ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിയായ ഡോക്ടർ കബീർ മച്ചിഞ്ചേരിയാണ് ഈ ആളുകൾക്ക് ഭൂമി വാങ്ങി നൽകിയത്. സ്വന്തമായി വീടില്ലാത്ത തീർത്തും അർഹതപ്പെട്ട 18 കുടുംബങ്ങൾക്കാണ് ഡോക്ടർ കബീർ മച്ചിഞ്ചേരി സ്നേഹസമ്മാനം നൽകിയത്. വിലപിടിപ്പുള്ള 1/2 ഏക്കറിലധികം വരുന്ന ഭൂമി പണം കൊടുത്തു വാങ്ങി രേഖകൾ 18 കുടുംബങ്ങൾക്കും കൈമാറി. പരപ്പനങ്ങാടിയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു. എൻ്റെ പേര് ആരിഫാണ്. 20 വർഷമായി വാടക വീട്ടിൽ. 6 മക്കളുണ്ട്. ഒരു മോളെ കല്യാണം കഴിച്ചിരുന്നു. മറ്റുള്ള മക്കളൊക്കെ ചെറിയവരാണ്. ഭർത്താവിന് അവർക്ക് സുഖമില്ലാതാവും. അങ്ങനെയൊക്കെയുള്ള വിഷമത്തിലാണ്. പിന്നെ ആ സ്ഥലം കിട്ടിയതിന് ഗബീറാക്കാനോട് എത്ര നന്ദി പറയണമെന്ന് അറിയില്ല. പെരിയും കൂടൊന്നും ഇല്ലതിന് ഇത്രയും കാലങ്ങളായി പെരിയും കൂടൊന്നും ഇല്ലാതിരിക്കേന് നമ്മൾ ഗബീറാക്കാൻ നമുക്ക് ഈ സ്ഥലം തന്നതിൽ വളരെ സന്തോഷമുണ്ട്. അള്ളാഹു അതിനായ സുഖം കൊടുക്കട്ടെ. ഗതാഗത സൗകര്യവും കിണർ കുഴിച്ച് കുടിവെള്ളവും ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് കബീർ പറഞ്ഞു. ഇവർക്ക് ഈ ലാൻഡ് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അവരുടെ പ്രയാസങ്ങൾ, അവർക്ക് വാടക കൊടുക്കാൻ കഴിയാത്ത ഒരു പ്രയാസം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിരന്തരം എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അവർക്ക് എന്തെങ്കിലും നമ്മൾ കഴിയുന്ന ഒരു സഹായം ചെയ്യുക എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ ഭൂമി അവർക്ക് ദാനമായി കൊടുക്കുന്നത്. പാലിയേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു. വിധവകൾക്കും ഭിന്നശേഷിക്കാരായവർക്കും വർഷങ്ങളായി നിശ്ചിത തുകയുടെ സഹായവും കബീർ നൽകി വരുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കണ്ണൂർ പയ്യന്നൂരിൽ റോഡിൽ വീണ് പരിക്കേറ്റ വീട്ടമ്മയ്ക്ക് രക്ഷകരായി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ. ആരും തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ രക്ഷാകരം നീട്ടിയ തൊഴിലാളികൾക്ക് അഭിനന്ദന പ്രവാഹമാണ്. പയ്യന്നൂർ കിഴക്കേ കണ്ടങ്ങാളിയിലെ KV സത്യവതിക്കാണ് റോഡിൽ കാലിടറി വീണ് സാരമായി പരുക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം. തിരക്കേറിയ പാതയിൽ ചോര വാർന്നു കിടന്ന സത്യവതിയെ സഹായിക്കാൻ ആളുകൾ മടിച്ചു നിന്നപ്പോൾ ശുചീകരണ തൊഴിലാളികളായ മീനയും സജിനയും ഓടിയെത്തി. റോഡിൽ കിടന്ന സത്യവതിയെ എഴുന്നേൽപ്പിക്കുകയും അതുവഴി വന്ന ഓട്ടോയിൽ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. വീഴ്ചയിൽ സ്ലാബിലിടിച്ച് നെറ്റിയിൽ സാരമായി മുറിവേറ്റിരുന്നു. മുഖത്തും കാലിലും ചതവുകളുമുണ്ടായി. സഹോദരന്റെ വീട്ടിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് അപകടം സംഭവിച്ചത്. ആശുപത്രിയിൽ ബന്ധുക്കളെത്തിയതോടെയാണ്
മീനയും സജനയും ജോലി പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങിയത്. സത്യവതിയുടെ ബന്ധുക്കളാണ് അപകടത്തിൽ തുണയായ നഗരസഭാ തൊഴിലാളികളെക്കുറിച്ച് അധികൃതരെ അറിയിച്ചത്. സഹജീവി സ്നേഹത്തിന്റെ മാതൃകയായ മീനയും സജനയെയും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ആദരിക്കുകയും ചെയ്തു. ന്യൂസ് 18 പയ്യന്നൂർ. പ്രസിദ്ധമായ പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. 111ാമത്തെ നേർച്ചയാണ് ഇത്തവണ. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷത്തിനാണ് പട്ടാമ്പിയിൽ പദ്ധതികൾ ഒരുങ്ങുന്നത്. 8, 9 തീയതികളിലാണ് നേർച്ച. നിയമങ്ങളെല്ലാം കർശനമായി പാലിക്കുമെന്നും സുരക്ഷയിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും പോലീസ് അറിയിച്ചു. ഇത്തവണ 70ഓളം ആനകൾ എത്തുമെന്നാണ് പ്രതീക്ഷ. മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയാണ് പട്ടാമ്പി നേർച്ച. 111 വർഷമായി പിന്തുടർന്നു പോരുന്ന പാരമ്പര്യം. ജാതിവർഗ ഭേദമില്ലാതെ ദേശക്കാരാകെ ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന പട്ടാമ്പി നേർച്ചയെ വരവേൽക്കാനുള്ള വിപുലമായ ഒരുക്കത്തിലാണ് പട്ടാമ്പിക്കാർ. വിദേശികളടക്കം 10,000 ഒഴുകിയെത്തുന്ന ദേശീയോത്സവമായി പട്ടാമ്പി നേർച്ച മാറിക്കഴിഞ്ഞു. ഏതാണ്ട് 50ഓളം ഗജവീരന്മാർ അണിനിരക്കുന്ന പട്ടാമ്പി നേർച്ച കേരളത്തിലെ നേർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട നേർച്ചയാണ്. മതസൗഹാർദ്ദത്തിന് പേര് കേട്ട വള്ളുവനാടൻ തനിമ ഉൾക്കൊള്ളുന്ന ഉത്സവമാണ് പട്ടാമ്പി നേർച്ച. നയന മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്ന പട്ടാമ്പി നേർച്ചയ്ക്കൊപ്പം ഉല്ലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്കും എക്സിബിഷനും ഉൾപ്പെടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഗാനമേള ഉണ്ടാവും, അതേപോലെ ഒപ്പന, ദഫ്മുട്ട്, പല പരിപാടികളും ഇപ്രാവശ്യം പട്ടാമ്പി നേർച്ചക്ക് ഒരു മുതൽക്കൂട്ടാവും. നല്ല രീതിയിൽ കമ്മിറ്റിക്കാർ എല്ലാ പരിപാടിയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. സുരക്ഷയുടെ ഭാഗമായി പട്ടാമ്പി നഗരത്തിലാകെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. സമയക്രമം നമുക്ക് നിർബന്ധമാണ്. എത്ര നേരം റോഡ് ബ്ലോക്കാക്കി എന്നല്ല ഒരു ഉത്സവത്തിന്റെ ഗാംഭീര്യം. എത്ര പേർക്ക് സമാധാനമായിട്ട് ആ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഉത്സവത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം. 60ഓളം ഉപ ആഘോഷ കമ്മിറ്റികളിലൂടെ 70ലധികം ഗജവീരന്മാരും ഇത്തവണ എത്തും. ആവേശം അലതല്ലി നടക്കുന്ന ഘോഷയാത്രയോടെ പട്ടാമ്പിക്കാരുടെ ഒരു കൊല്ലത്തെ കാത്തിരിപ്പിന് പരിസമാപ്തിയാവും. ഇതോടെ 112ാം നേർച്ചയാഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കും പട്ടാമ്പിക്കാർ. ന്യൂസ് 18 പട്ടാമ്പി. പട്ടാമ്പിയിൽ നിന്ന് തന്നെയാണ് അടുത്ത വാർത്ത. രുചി വൈവിധ്യങ്ങളുമായി അവിടെ കുടുംബശ്രീ കഫേ മേളയ്ക്ക് തുടക്കമായിരിക്കുന്നു. മേളയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഒക്കെ നടക്കുന്നുണ്ട്. രുചി വൈവിധ്യങ്ങളും മനോഹരമായ വസ്ത്രങ്ങളും കരകൗശല ഉൽപ്പന്നങ്ങളും കുടുംബശ്രീ കഫേ ഭക്ഷ്യമേളയിലെ കാഴ്ചകളാണ്. മേലെ പട്ടാമ്പിയിലാണ് മേള. പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നബാർഡിന്റെയും പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെയും സഹകരണത്തോടെയാണ് മേള. ഒരു ഉറപ്പ് നമുക്കുണ്ട്, പട്ടാമ്പിക്കാരുടെ ഏറ്റെടുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കുടുംബശ്രീ എന്ന് പറയുന്നത് കേരളത്തിന്റെ അഭിമാനമാണ്. ഭക്ഷ്യമേളയോടൊപ്പം വിവിധ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണനവുമുണ്ട്. 22 സ്റ്റാളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. മ്യൂസിക് ഫിയസ്റ്റ, മ്യൂസിക് ഫ്യൂഷൻ നൈറ്റ്, പാലക്കാട് മെഹഫിൽ അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന്, പട്ടോളം നൃത്താവിഷ്കാരം, മ്യൂസിക് നൈറ്റ് എന്നിവയും ഉണ്ടാകും. കൈമാറ്റ ചന്തയും മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. നിരവധി പേരാണ് മേളയിൽ എത്തുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന കവാടം പഞ്ചായത്തിലെ മുൻ താൽക്കാലിക ജീവനക്കാരൻ താഴിട്ട് പൂട്ടി. ഇയാളുടെ വാഹനം രാത്രികാലത്ത് കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രധാന കവാടം പൂട്ടി താഴിട്ട് പൂട്ടി താക്കോലുമായി ഇയാൾ കടന്നു കളഞ്ഞത്. സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മൂന്നാർ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. പഞ്ചായത്ത് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ പ്രധാന കവാടമാണ് പഞ്ചായത്തിലെ മുൻ താൽക്കാലിക ജീവനക്കാരൻ രവികുമാർ താഴിട്ട് പൂട്ടിയത്. താൽക്കാലിക ജീവനക്കാരന്റെ വാഹനം രാത്രികാലത്ത് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രകോപിതനായാണ് ഇയാൾ കവാടം താഴിട്ട് പൂട്ടിയതെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. ആ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ വന്നപ്പോൾ വാച്ച്മാൻ അത് തടഞ്ഞതിനെ തുടർന്ന് പുള്ളി ഒരു പൂട്ട് വാങ്ങിച്ചുകൊണ്ടുവന്ന് പഞ്ചായത്തിന്റെ ഓഫീസ് ലോക്ക് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. ഒരു സർക്കാർ ഓഫീസിന്റെ ലോക്ക് ഒരു പുറമേ നിന്നുള്ള ഒരു വ്യക്തി വന്ന് പൂട്ടാനായിട്ട് എന്ത് ധൈര്യമാണ്, എന്ത് അവകാശമാണ് അയാൾക്കുള്ളതെന്ന് എനിക്കറിയില്ല. അതേസമയം തന്റെ വീട്ടിലേക്ക് പോകുന്ന പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിനാലാണ് വാഹനം പഞ്ചായത്തിൽ പാർക്ക് ചെയ്യാനെത്തിയത്. മറ്റു പല വാഹനങ്ങളും പഞ്ചായത്ത് കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ തന്റെ വാഹനം മാത്രം പാർക്ക് ചെയ്യാൻ അനുവദിക്കാതെ വന്നതോടെയാണ് കവാടം പൂട്ടിയതെന്നാണ് രവികുമാറിന്റെ വിശദീകരണം. அந்த டைமில் வேறு எங்களுக்கு ரோடு வேறு மார்க்கங்கள் இல்லை.
பின்ன பழைய காற்று ரோடு இருக்கனால ஒன்று யானை சல்லியம் புள்ளி நடமாட்டம் இருக்கனால நாங்கள் அந்த வழியில் போக முடியாது. ஏன்னா 2 நாளைக்கு முன்னாடி வண்டி பிரேக் டவுன் ரோட்டில் நின்றுச்சு. அதனால தான் நாங்கள் வண்டி எடுத்துகிட்டு போகல. அதனால தான் பஞ்சாயத்தில் செக்ரட்டரிக்குள்ள பெர்மிஷனோட தான் நாங்கள் 4 நாள் வண்டியை போட்டுக்கிறோம் சொல்லி தான் பெர்மிஷன் வாங்கிடுறோம். இருந்தாலும் இன்றைக்கி இந்த மாதிரி சொன்னது ரொம்ப தவறான செயலாயிருச்சு. ஆனால் எங்கள் வண்டி போடக்கூடாதுன்னு சொல்லிட்டு மூணார் பஞ்சாயத்துக்குள்ளே பல വണ്ടികളും ടാക്സി വണ്ടികൾ പ്രൈവറ്റ് വണ്ടികൾ നിറയെ പാർക്ക് பண்ணிருக்கு. அப்படி രാഷ്ട്രീയപരമായി നമുക്കുള്ള വണ്ടി മാത്രം இப்படி ബ്ലോക്ക് பண்ணி வச்சிருக்காங்க. രാവിലെ ഓഫീസിലെത്തിയ ജീവനക്കാരാണ് താഴിട്ട് പൂട്ടിയത് കാണുന്നത്. തുടർന്ന് പഞ്ചായത്ത് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ മറ്റൊരു ചെറിയ കവാടമുള്ളതിന് ജീവനക്കാരും മറ്റും ഇതുവഴി ഓഫീസിലെത്തി. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് എത്തി പൂട്ട് തകർത്ത് കവാടം തുറന്നു നൽകി. ന്യൂസ് 18 മൂന്നാർ. ഇനി 100ന്റെ നിറവിലുള്ള ഒരു സ്കൂളിന്റെ വാർത്തയാണ്. ഒരു ശതാബ്ദി ആഘോഷമൊക്കെ ആകുമ്പോൾ അത് പലതരത്തിൽ ആഘോഷിക്കാം, ഗംഭീരമായി എങ്ങനെ വേണമെങ്കിലും ആഘോഷിക്കാം. പക്ഷേ പുനലൂർ സെന്റ് ജോൺസ് LP സ്കൂൾ അത് വേറൊരു തരത്തിലാണ് ആഘോഷിക്കുന്നത്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പാണ് സംഘാടകർ നടത്തിയത്. ചെങ്ങായിസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും പുനലൂർ താലൂക്ക് ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. സെന്റ് ജോൺസ് നവതി ഹാളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സാങ്കേതിക വിദ്യയിലൂടെ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചെങ്കിലും രക്തത്തിന് പകരം വെക്കാൻ രക്തം മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവാണ് ക്യാമ്പ് സംഘടിപ്പിക്കാൻ കാരണം. രക്തദാനം മഹാദാനം എന്നാണ്. അപ്പം ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം ഇതിലൂടെ ഞങ്ങൾ ഒരു ക്യാമ്പ് 100ാം വാർഷികമായിട്ട് 100 ഡോക്ടർമാരിൽ നിന്നും രക്തം എടുത്ത് നമ്മുടെ താലൂക്ക് ആശുപത്രിക്ക് കൊടുക്കുന്നതിന് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. 100ാം വാർഷികത്തോടനുബന്ധിച്ച് 100 പേരാണ് ദാതാക്കളായത്. 100 പേരെ പങ്കെടുപ്പിച്ച് രക്തദാനം നടത്താൻ കഴിഞ്ഞത് വലിയ വിജയമായാണ് സംഘാടകർ കാണുന്നത്. ആഘോഷങ്ങൾ അതിർവരമ്പുകൾ ലംഘിക്കുന്ന കാലത്ത് മാതൃകയായി മാറുകയാണ് പുനലൂർ സെന്റ് ജോൺസ് LP സ്കൂളിലെ 100ാം വാർഷികാഘോഷം. ന്യൂസ് 18 പുനലൂർ. ഫുട്ബോൾ കളിക്കുമ്പോൾ വീഴുന്നതൊക്കെ വളരെ സാധാരണമാണ്. അങ്ങനെ അബദ്ധത്തിൽ വീണ ഒരു 4 വയസ്സുകാരന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. ആഴ്ചകൾക്കുള്ളിൽ 10 മില്യൺ ആളുകളാണ് ഈ വീഡിയോ കണ്ടത്. കോഴിക്കോട് മണാശ്ശേരിയിലെ 4 വയസ്സുകാരൻ ദേവദത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമാണ്. സിനിമാ കാസ്റ്റിംഗ് കോർഡിനേറ്ററായ അച്ഛൻ രാഹുൽ വീട്ടിലുള്ളപ്പോൾ മകനൊപ്പം ഫുട്ബോൾ കളിക്കുന്നത് പതിവാണ്. കളിക്കുന്ന മകന്റെ വീഡിയോ എടുക്കുമ്പോഴാണ് ആദ്യ കിക്കിൽ തന്നെയുള്ള വീഴ്ച വീഡിയോയിൽ പതിഞ്ഞത്. വീഴ്ചയിൽ ദേവദത്ത് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അച്ഛൻ രാഹുൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോയാണ് 2 ആഴ്ച കൊണ്ട് 1 കോടി പേർ കണ്ടത്. അംഗനവാടി വിട്ടു വന്നു കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് വൈകുന്നേരം പറഞ്ഞ് കുറച്ചു നേരം ബോൾ കളിക്കലുണ്ട്. ഇത് മുകളിലേക്ക് ഹൈറ്റ് ആയതുകൊണ്ട് തട്ടി കൊടുക്കും, അവൻ കൊണ്ട് തട്ടി തരും. അങ്ങനെ ഒരു ദിവസം ഇത് മൊബൈലിൽ ഷൂട്ട് ചെയ്യാന്ന് കരുതിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ കറക്റ്റ് ടൈമിൽ അടിക്കുന്ന സമയത്ത് വീണൊരു സാധനം കിട്ടി. അപ്പോൾ അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത്. അത് ഇത്ര വൈറലാണെന്ന് പ്രതീക്ഷിച്ചില്ല. അബദ്ധത്തിൽ വീണതിന്റെ വീഡിയോ വൈറലായതിൽ ദേവദത്തിനും സന്തോഷം. നിരവധി പേരാണ് വീഡിയോ കണ്ട് ദേവദത്തിനെ ബന്ധപ്പെടുന്നത്. ന്യൂസ് 18 മുക്കം. ഇങ്ങനെ വീഴുന്നത് മാത്രമല്ല, ചിലപ്പോഴൊക്കെ കലാപരമായ കഴിവുകൾ കൊണ്ടാണ് വൈറലാവുന്നത്. ക്ലാസ്സിലെ ഒഴിവ് സമയത്ത് താളം പിടിച്ച് പാട്ടുപാടി താരങ്ങളായ കുറച്ച് കൊച്ചുമിടുക്കന്മാരെയാണ് ഇനി അടുത്തതായി നമ്മൾ കാണുന്നത്. മലപ്പുറം എടയൂർ പൂക്കാട്ടിരി KMUP സ്കൂളിലെ കുട്ടികൾ താളം പിടിച്ച് പാടിയ വീഡിയോ ഇതുപോലെ വൈറലായിരിക്കുകയാണ്. ടീച്ചറില്ലാത്ത പീരീഡിലായിരുന്നു ഈ കുട്ടിക്കലാകാരന്മാരുടെ പ്രകടനം. ശബ്ദം കേട്ടെത്തിയ അധ്യാപകനായ സുധീറാണ് ഇവരുടെ പാട്ട് വീഡിയോയിൽ പകർത്തിയത്. കുട്ടികളുടെ കലാവിരുത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ വൈറലായി മാറുകയായിരുന്നു. എടയൂർ പൂക്കാട്ടേരി KMUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് താരങ്ങളായിരിക്കുന്നത്.
അഭിമന്യു, അഭിനവ്, സായി കൃഷ്ണ തുടങ്ങിയവരാണ് പാട്ട് തകർത്ത് പാടിയത്. ഒരിക്കൽ പോലും സ്കൂൾ കലാപരിപാടികളിൽ പങ്കെടുക്കാത്തവരായിരുന്നു ഇവർ. നിരവധി പേരാണ് വീഡിയോ കണ്ട് അഭിനന്ദനവുമായി എത്തുന്നത്. ഇതോടെ ചാനൽ പ്രോഗ്രാമിലടക്കം ഇവരെ പങ്കെടുപ്പിക്കാനാണ് സ്കൂളിന്റെ തീരുമാനം. ന്യൂസ് 18 തിരൂർ. ഇനിയൊരു തമിഴ് സിനിമാ വിശേഷത്തിലേക്കാണ്. തമിഴകത്തിന്റെ സൂപ്പർ താരം അജിത് കുമാറിനെ നായകനാക്കി പ്രശസ്ത സംവിധായകൻ മകിഴ് തിരുമേനി സംവിധാനം ചെയ്ത വിടാമുയർച്ചി റിലീസിന് തയ്യാറെടുത്തിരിക്കുന്നു. കേരളത്തിൽ 300-ലധികം സ്ക്രീനുകളിലാണ് പ്രദർശനം. രാവിലെ 7 മണിക്കാണ് ചിത്രത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ ഷോകൾ ആരംഭിക്കുക. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഹരി, അജിത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. അത്രയും വലിയ ഹൈപ്പ് ഈ സിനിമയ്ക്കുണ്ട്. സ്വാഭാവികമായും കേരളത്തിൽ അജിത് ഫാൻസ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് അവരത് ആഘോഷാക്കുന്നത്? വലിയ ആവേശമാണ്. ഞാനൊന്ന് ചോദിക്കാം, എത്രമാത്രം ആവേശമുണ്ട്? ഞങ്ങള് ക്രിസ്മസ് പലത്തിനല്ല കാത്തിരുന്നത്. എന്തായിരുന്നാലും സിനിമ നമ്മളിപ്പോ കണ്ടതിൽ ഏറ്റവും മികച്ച സിനിമ തോന്നുന്നു. വിജയ് ഇപ്പൊ പിന്മാറി, എന്നാ പോലും നമുക്ക് ആ സിനിമ ഒന്ന് കാണാം. പത്മഭൂഷൺ കിട്ടിയ ശേഷം ആദ്യത്തെ സിനിമ റിലീസാണ്. പത്മഭൂഷൺ കിട്ടിയ ശേഷം സിനിമ ഇന്ന് തല കാണിക്കാൻ കാര്യങ്ങൾ പോകും. പക്ഷേ ശ്രീജ, പത്മഭൂഷൺ കിട്ടിയതിനു ശേഷം, രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നത പുരസ്കാരമായ പത്മഭൂഷൺ കിട്ടിയതിനു ശേഷം അജിത് കുമാറിന്റെ റിലീസാവുന്ന ആദ്യത്തെ ചിത്രം കൂടിയാണ് വിടാമുയർച്ചി. അപ്പോൾ 7 മണിക്കാണ് കേരളത്തിൽ ഷോ ആരംഭിക്കുന്നത്. അപ്പോൾ പലരും ഏകദേശം തിയേറ്ററിലോട്ടൊക്കെ വന്ന് കയറി തുടങ്ങി. വലിയൊരു ആവേശമായിരുന്നു. ഇതിനിടയിൽ ആഘോഷ പരിപാടികളൊക്കെ ആരാധകരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ആവേശം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, മാത്രമല്ല തമിഴ്നാട്ടിൽ ഈ ചിത്രം 9 മണിക്കാണ് റിലീസിന് എത്തുക എന്നുള്ളതാണ്. കാരണം തമിഴ്നാട്ടിലൊരു നിയമം അനുസരിച്ച് വേറെ ഫാൻ ഷോ ഒന്നും നേരത്തെ ചാർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 9 മണിക്ക് മാത്രമേ അവിടെ ഷോ ആരംഭിക്കുകയുള്ളൂ. മറ്റ് രാജ്യങ്ങളിൽ 5 മണിക്കോട് തന്നെ ആരംഭിച്ചു. കർണാടകയിൽ 6 മണിയോട് കൂടി ഷോ ആരംഭിച്ചു. കേരളത്തിൽ 7 മണിക്കാണ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അജിത്ത് എന്ന് പറയുന്നത് തന്നെ തമിഴ്നാട്ടിലൊരു വികാരമാണെങ്കിൽ കേരളത്തിൽ അതേപോലെ തന്നെ ആ ഒരു വികാരം ഒഴുകുന്നുണ്ട് എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്. കാരണം പല അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പോലും കഴിഞ്ഞ അജയ് ചിത്രമായ വലിമയുടെ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് അങ്ങ് ഇന്ത്യൻ ഗ്രൗണ്ടുകളിൽ പോലും ഒരു ആവേശം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പോൾ വിടാമുയർച്ചി എന്ന സിനിമ ഏകദേശം 2 വർഷത്തോളം ആരാധകർ കാത്തിരുന്നതിന് ശേഷം കിട്ടിയതാണ്. നമുക്ക് ചില പ്രതികരണങ്ങൾ കൂടി ചോദിച്ചു. ആവേശമായിട്ട് വന്നു, പക്ഷെ ഇവിടെ കാണുന്നില്ല. അത് നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോ വന്നോളൂ. പിന്നല്ല പ്രതീക്ഷ എന്ന് വെച്ചാൽ നമ്മൾ ഒരു എൻജോയ്ക്ക് വേണ്ടിയിട്ട് വന്നാണ്. എൻജോയ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ചില ആരാധകരോട്. നമുക്ക് ചോദിക്കാം, അജിത്ത് ആരാധകനാണ്? അജിത്ത് ആരാധനല്ല, ഞാൻ എല്ലാ സിനിമയ്ക്ക് പോകും. എല്ലാ ആരാധനാണ്. എല്ലാ സിനിമയും ഞാൻ പിന്നെ തലതളപതി ഫാനും കൂടെയാണ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഇനി സിനിമ ഫീൽഡ് അഭിനയിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ രാജ്യത്തിന് വേണ്ടി ഇത്ര റേസ് ചെയ്തില്ല, അതിലാണ് അയാൾ ഉന്നതം പിടിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല. പക്ഷെ ഈ പടം ഭയങ്കര ഹൈപ്പോടെയാണ് കയറുമെന്ന് തോന്നുന്നത് ട്രെയിലറൊക്കെ കണ്ടിട്ട്. എല്ലാരും ആവേശത്തോടെ ഇരിക്കുകയാണ്. സിനിമ വലിയൊരു ബഡ്ജറ്റ് അടിച്ചു. അജിത്ത് തലാന്ന് വിളിക്കുന്നത് അജിത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അങ്ങനെ തലാന്ന് വിളിക്കില്ലെന്ന് അജിത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ആരാധകർ നിൽക്കുന്നത്. 7 മണിയോടുകൂടി തന്നെ കേരളത്തിലെ ഷോ ആരംഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് 2 വർഷത്തോളമായി ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു മികച്ച ഒരു സിനിമയായിട്ട് തന്നെ വിടാമുയർച്ചി മാറുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ നിൽക്കുന്നത്. ശ്രീജ, ശരി ഹരി, സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കണം. കാരണം ആരാധകർ അത്ര ആവേശത്തിലാണ്. ഹരി ആ ആവേശത്തിനിടയിൽ പെട്ടുപോകാതെ സൂക്ഷിക്കണം. എന്തായാലും റേസിംഗ് ട്രാക്കിൽ ഒരു വലിയ വിജയം നേടി രാജ്യത്തിന്റെ തന്നെ അഭിമാനം ഉയർത്തിയ
അജിത്ത് ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം സ്ക്രീനിലേക്ക്, അത്രയും കാലമായി ഈ സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നു. അങ്ങനെ അവരുടെ കാത്തിരിപ്പിനൊടുവിൽ ഏതാനും മിനിറ്റുകൾക്കകം വിടാമുയർച്ചി സ്ക്രീനിലേക്ക് എത്തുകയാണ്. ഇനി സിനിമയുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്കൊരു 2.5 മണിക്കൂറിന് ശേഷം കാണാം. അപ്പോഴത്തേക്കും നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ദിവസത്തെ ഊർജ്ജസ്വലമാക്കാൻ, ഈ ദിവസത്തെ പ്രകാശഭരിതമാക്കാൻ നമുക്ക് നല്ല വാക്ക് കേൾക്കാം.